ബദരീങ്ങളായി എണ്ണപ്പെട്ടവർ 500-ലേറെയുണ്ട്. അത് ഉസ്താദ് എങ്ങനെയാണ് കണ്ടെത്തി മനസ്സിലാക്കിയത്? ഉസ്താദ് പറഞ്ഞു, ബദരീങ്ങളാണ് എന്ന് ഏറ്റവും ചെറിയ അഭിപ്രായത്തിൽ ഏതെങ്കിലും ഒരു റിപ്പോർട്ടിലൂടെ വന്ന ഏറ്റവും അതിനാമുനാബസത്ത് കൊണ്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ രൂപത്തിൽ ബദരീങ്ങളാണെന്ന് ഇത്തിഫാക്കുള്ള എല്ലാവരെയും ഉൾപ്പെടുത്തി. ബദരീങ്ങളാണ്, ഇത്തിഫാക്ക് ഇല്ല, യോജിപ്പ് കൂടുതലില്ല, അത് അവരെ പറ്റിയും പറഞ്ഞല്ലോ, ബദരീങ്ങളാണ്, ബദറിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന്. എന്തായാലും സ്വഹാബികളാണല്ലോ എല്ലാവരും. ഇങ്ങനെയുള്ള എല്ലാവരെയും ഉൾപ്പെടുത്തി ഉസ്താദ് അവർ രചിച്ച ബദരീയത്തിൽ ബദരീങ്ങളായി എണ്ണപ്പെട്ടവർ 500-ലേറെയുണ്ട്. വലിയ മഹത്വമുള്ളതാണ്. അങ്ങനെ അത് ഓരോ അക്ഷരങ്ങൾ, ഓരോ ബദരീങ്ങളുടെയും പേര് അലിഫ്, ബാ, താ, ഇങ്ങനെ ഒരു ഓർഡറിലാണ് അതിന്റെ രചന. അലിഫ് കൊണ്ട് പേരുള്ളവരെ ആദ്യം, പിന്നെ ബാ കൊണ്ട് പേരുള്ളവരെ, പിന്നെ താ കൊണ്ട് പേരുള്ളവരെ, പിന്നെ ഇങ്ങനെ ദാല് വരെ ഉസ്താദ് അവർ രചിക്കുകയും അതിനിടയിൽ അജ്മീറിലേക്കൊന്ന് പോകാൻ അവസരം ലഭിക്കുകയും അജ്മീറിൽ പോയി ഞാനിങ്ങനെ ഒരു ബദരീയത്ത് തുടങ്ങിയിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്, ഇതെനിക്ക് പൂർത്തിയാക്കാനുള്ള അവസരവും തൗഫീഖും ഉണ്ടാവണം, അക്കാര്യം ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചു എന്ന് ഹാജാ തങ്ങളോട് പോയി പറയുകയും അത് ഹാജാ തങ്ങളോട് പോയി പറഞ്ഞ് ഉസ്താദ് പറയല്ലേ, വേണ്ട പോലെ ഹാജാ തങ്ങളോടൊരു കാര്യം പോയി പറഞ്ഞാൽ അത് ഉറപ്പാണ്, അത് നടന്നിരിക്കും, അനുഭവമാണ് എന്ന് ഉസ്താദ് പലതവണ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഹാജാ തങ്ങളോട് പോയി പറഞ്ഞു, ഞാനിങ്ങനെ ഒരു ബദരീയത്ത് എഴുതി തുടങ്ങിയിട്ടുണ്ട്, ദാല് വരെ എത്തിയിട്ടുണ്ട്, ഇതിക്ക് പൂർത്തിയാക്കി തരണം, ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചു എന്ന് ബദരി ഹാജാ തങ്ങളെ പറഞ്ഞിട്ട് പോന്ന അവിടെ വന്ന് വളരെ ഞൊടിയിടയിൽ അത് പൂർത്തിയാക്കാൻ അവസരം അല്ലാഹു കൊടുത്തു എന്നും ആ ബദരീയത്ത് ഇന്നും നമ്മുടെ റൂമിൽ അച്ചടിക്കപ്പെട്ടതായിട്ട് ഉണ്ട്. ഒരുപാട് അത്ഭുതങ്ങൾ അത് ചൊല്ലിയവർക്ക് അനുഭവിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഈ മഹാത്മാക്കളായ മുൻഗാമികളായ ആളുകളൊക്കെ ബദരീങ്ങളെ തവസ്സുൽ ചെയ്തുകൊണ്ട് അവരെ അത് ഗദ്യമായും പദ്യമായും ഒക്കെ അവരോയിൽ ഒരു കണക്ഷൻ ബദരീങ്ങളുമായി ഉണ്ടാക്കിയവരായിരുന്നു. അള്ളാഹു നമുക്കും ആ ഒരു അവസരവും തൗഫീഖും ആ ഒരു മദതും തർബിയത്തും നമുക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകണം. അവരെ മഹത്വം മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാനും ആ ആദരവോ അവരോട് കാണിക്കേണ്ടതുപോലെ കാണിക്കാനും അതുവഴി ഒരുപാട് നന്മകൾ, ഖൈറാത്തുകൾ ജീവിതത്തിൽ സമ്പാദിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ബദരീങ്ങളെ പേര് ഉച്ചരിച്ചതിന്റെ പേരിൽ മാത്രം, ആ ഉച്ചരിക്കാൻ വേണ്ടി സമയം കണ്ടെത്തിയത് കൊണ്ട് മാത്രം അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ ലിസ്റ്റിലേക്ക് ഉൾപ്പെട്ട മഹാത്മാക്കൾ ഇത്രയാണ്. നമ്മളെ ബദർ മൗലിദ് ഓതുമ്പോൾ തന്നെ അത് പറയുന്നുണ്ട്. أنه سمع من مشايخ الحديث أن الدعاء مستجاب عند ذكر أسماء أهل بدر. ബദരീങ്ങളെ പേരുച്ചരിക്കുന്ന സ്ഥലത്ത് ദുആക്ക് ഇജാബത്തുണ്ട്. അതാരാ പറയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ അത് റിപ്പോർട്ട് ചെയ്തു വന്ന മഹാന്നതന്മാരായ പണ്ഡിതന്മാരിൽ നിന്നാണ് അത് ഉദ്ധരിക്കുന്നത്. അവര് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരിൽ നല്ലൊരു ശതമാനം ആളുകളും വിലായത്ത് ലഭിച്ചത് അവരുടെ പേരുച്ചരിച്ചിട്ടാണ് എന്നും ശേഷം പറയുന്നു. എന്നിട്ടാണ് ആ പേരുകൾ ഉച്ചരിക്കാൻ വേണ്ടി നമ്മൾ തുടങ്ങുന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാവരുടെ പേരും നമ്മളൊന്ന് ഉച്ചരിക്കുമ്പോൾ ആദ്യം സയ്യിദിന എന്ന തുടക്കത്തിലും ശേഷം റളിയല്ലാഹു അൻഹു എന്നും നമ്മൾ കൂട്ടിയിട്ടാണ് ഉച്ചരിക്കുന്നത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ ബഹുമാനാദരവുകൾ വേണ്ടതുപോലെ കൊടുക്കാനും അവരിൽ നിന്നും വലിയ മദതുകൾ ലഭ്യമാക്കാനും അത് അല്ലാഹു നമുക്ക് കാരണമാക്കി തരട്ടെ. ഈ സദസ്സ് നമ്മുടെ നാടിന് അല്ലാഹു വലിയൊരു കാവലാക്കി തരട്ടെ. ബദരീങ്ങളെ ബറക്കത്ത് കൊണ്ട് ആ നാടുമായി ബന്ധപ്പെട്ട ഇതിൽ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരുമായി ബന്ധപ്പെട്ട സർവ്വ ശർറുകളും അല്ലാഹു തട്ടിമാറ്റുമാറാവട്ടെ. എന്ത് പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ബദരീങ്ങളെ ഒന്ന് നമ്മൾ തവസ്സുലാക്കേണ്ടത്. എന്ത് പ്രശ്നങ്ങൾക്കും അത് അത്ര വലിയ സങ്കീർണമായ പ്രശ്നങ്ങളായാലും അതിൽ വലിയൊരു ഫത്ഹ് ബദരീങ്ങളിലൂടെ അല്ലാഹു നമുക്ക് നൽകും. ആ വിശ്വാസം നമുക്ക് ആദ്യം വേണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കും. അവിടെ ഒരുപാട് സംഭവങ്ങൾ, ഡസൻ കണക്കിനല്ല, ഒരുപാട് സംഭവങ്ങൾ ബദരീങ്ങളുമായി ബന്ധപ്പെട്ടത് പറയാൻ നമ്മൾ പറയുന്നില്ല. റസൂലില്ലാ വകുല്ലി മുജാഹിദിൻ ലില്ലാ വഅഹ്ലിൽ ബദർ യാ അല്ലാഹ് സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാ സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് ഇലാഹി സല്ലിമിൽ ഉമ്മ من الآفات
ومن هم ومن غمة بأهل البدير يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين ശ്രോതാക്കളാണ് നമ്മുടെ പരിപാടികൾ തുടങ്ങുകയാണ്. പരിപാടി വളരെ ഉഷാറായിട്ട് بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك أعلى الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. اللهم إنا نتوسل إليك باسمك العظيم وبجاه نبيك الكريم وبالشهداء البدريين وبسائر الصحابة أجمعين أن تكفر عنا الذنوب وتستر العيوب وتحسن الأخلاق وتوسع الأرزاق وتشفي الأسقام وتعافي الآلام وأن تدفع عنا وعن أهل بلدنا وبيتنا هذا السم الناقع والداء القامع والوباء القاطع إنك مجيب سامع وأن تصرف عنا الطاعون والبلاء وتعصمنا من إنزال قهرك والوباء. اللهم نور بالعلم قلوبنا واستعمل بطاعتك أبداننا وخلص من الفتن أسرارنا واشغل بالاعتبار أفكارنا. اللهم اغفر لنا ما سلف من ذنوبنا فاعصمنا فيما بقي من أعمالنا. اللهم لا تؤاخذنا بسوء أفعالنا ولا تهلكنا بخطايانا. اللهم إنا نسألك أن تعيذنا من عذاب القبر وتؤمننا من الفزع الأكبر وتنجينا عن دار البوار وتسكننا الفردوس من دار القرار بحق سيدنا محمد صلى الله عليه وسلم وآله الأبرار. اللهم أوصل وبلغ مثل ثواب ما قرأناه وما مدحناه وما صليناه وما سلمنا إلى حضرة نبينا وسيدنا محمد صلى الله عليه وسلم، إلى حضرات سائر الأنبياء والأولياء والعلماء والشهداء والصالحين، خاصة إلى حضرة شهداء بدر رضي الله عنهم يا رب العالمين. اللهم زدهم شرفا على شرفهم وفضلا على فضلهم وكرامة تليق بأعلى درجاتهم. اللهم أفض علينا وعلى والدينا وعلى أساتذتنا وعلى مشايخنا وعلى من تعلقوا بنا وعلى من حضر في هذا المجلس من فيوضاتهم وأسرارهم وآدابهم وأنبارهم وأمدادهم وبركاتهم في الدين والدنيا والآخرة. اللهم بحقهم وبجاههم يسر عسيرنا وسهل أمورنا وقض كل حوائجنا واشفنا ومرضانا شفاء تاما لا يغادر سقما ولا ألما. الله أرحم الراحمين الملك الجبار രാജസയ്യിദായ അല്ലാഹ്, ഞങ്ങൾ നിന്റെ വിശുദ്ധമായ ഭവനത്തിൽ ഇഅ്തികാഫിന്റെ നിയ്യത്ത് വെച്ച് വിശുദ്ധമായ റമളാൻ 17 രാവിലെ പുലർച്ചെ സമയം
ബദരീങ്ങളായ നിന്റെ മഹത്തുക്കൾ യുദ്ധം ചെയ്യുകയും ഈ ഇസ്ലാമിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന നിന്റെ വചനത്തെ ഉയർത്തി കാണിക്കാൻ വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തിയ ഈ നല്ല പകലിൽ നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. ഒരുമിച്ച് കൂടിയതിനെ കബൂലാക്കണേ അല്ലാഹ്. ഒരുമിച്ച് കൂടിയതിനെ കബൂലാക്കണേ അല്ലാഹ്. ഇവിടെ ഓരോരുത്തരും എല്ലാവരെയും നീ ഖായിബാക്കാതെ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നീ ഞങ്ങളെ പരിപൂർണമാർത്ഥത്തിൽ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ ചെയ്തു കൂട്ടിയ തെറ്റുകുറ്റങ്ങൾ ഒന്നും വിടാതെ നീ പരിപൂർണമായും വിട്ടുപുറത്തു മാഫാക്കി തരണേ അല്ലാഹ്. മഗ്ഫിറത്തിന്റെ പത്തിലാണ് ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. വിശുദ്ധമായ റമദാൻ സ്വീകരിക്കാൻ നിന്റെ ഔദാര്യം കൊണ്ട് നീ ഞങ്ങൾക്ക് അവസരം തന്നതുപോലെ പടച്ചവനെ, ഇതിൽ ഞങ്ങൾക്ക് വേണ്ട അമലുകളും ചെയ്യാൻ നീ അവസരവും തൗഫീഖും തരണേ അല്ലാഹ്. നിന്റെ മഹ്ലായ ഫദ്ൽ കൊണ്ട് പാപമോചനത്തിന്റെ അഹലുകാരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. നരകമോചനത്തിന്റെ അഹലുകാരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. പടച്ചവനെ, ഈ വന്നിരിക്കുന്ന ഓരോ മുഅ്മിനീങ്ങൾക്കും ഓരോട്ടം ആവശ്യങ്ങളുണ്ട് അല്ലാഹ്. എല്ലാവരുടെയും ഹൃദയാന്തരങ്ങളിൽ കിടക്കുന്ന സർവ്വ ആവശ്യങ്ങളെയും അറിയുന്ന നാഥ, ഇതിൽ കച്ചവടക്കാരുണ്ട് റബ്ബേ. കച്ചവടത്തിൽ വലിയ ബറക്കത്ത് നൽകണേ അല്ലാഹ്. പുരോഗതി നൽകണേ അല്ലാഹ്. അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. എല്ലാ ശർറുടയവരുടെ ശർറിനെ തൊട്ടും നീ കാത്തു രക്ഷിക്കണേ അല്ലാഹ്. അധ്യാപകരുണ്ട് അല്ലാഹ്, അവരുടെ ജോലിയിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. മറ്റു പല ജാതി തൊഴിലുകൾ നടത്തുന്നവരുണ്ട് റബ്ബേ. എല്ലാവരുടെയും എല്ലാ ജോലികളിലും തൊഴിലുകളിലും നീ വലിയ ബറക്കത്തും പുരോഗതിയും നൽകണേ അല്ലാഹ്. ഞങ്ങൾക്കൊക്കെ മക്കളുണ്ട്, നീ മക്കളെ നന്നാക്കി തരണേ അല്ലാഹ്. ശിഷ്യന്മാരെ നന്നാക്കി തരണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ആൺകുട്ടികളെയും പെൺകുട്ടികളെയും നൽകണേ അല്ലാഹ്. തന്ന മക്കളെയെല്ലാം നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. അല്ലാഹ്, ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് കൺകുളിർമയുള്ളവരാക്കി തരണേ അല്ലാഹ്. ഒരിടത്തും ഞങ്ങളെ വഷളാക്കുന്ന മക്കളാക്കല്ല അല്ലാഹ്. പടച്ചവനെ, അവരെ എല്ലാവരെയും നീ ഏറ്റെടുത്തു നന്നാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെ തന്നെ ഞങ്ങൾക്ക് നന്നാക്കി നല്ല നേർവഴിയിൽ നടത്താൻ കഴിയുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് തന്ന മക്കളെയും ശിഷ്യന്മാരെയും എങ്ങനെ ഞങ്ങൾ വഴി നടത്തി നേർമാർഗത്തിലേക്ക് കൊണ്ടുവരാനും റബ്ബേ, അവരെല്ലാം നീ തന്നെ ഏറ്റെടുത്തു നന്നാക്കണേ അല്ലാഹ്. നീ തന്നെ ഏറ്റെടുത്തു നന്നാക്കണേ അല്ലാഹ്. اللهم اهدنا فيمن هديت وتولنا فيمن توليت وتولنا فيمن توليت. അല്ലാഹുവേ, വിശുദ്ധമായ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. പ്രതികൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ പെടുത്തല്ല അല്ലാഹ്. ഒരു മനുഷ്യൻ ആഖിറത്തിൽ വരുന്ന ഒരവസ്ഥ വിശേഷം ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. ആ മനുഷ്യൻ വളരെയധികം ബേജാറായി നരകത്തിലേക്ക് കൊണ്ടിടാൻ വേണ്ടി മലക്കുകൾക്ക് അല്ലാഹു നിർദ്ദേശം കൊടുക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്, എൻ്റെ ഉമ്മത്തികളിൽപ്പെട്ട ഈ മനുഷ്യൻ എന്തു തെറ്റാണ് ചെയ്തതെന്ന്. അപ്പോൾ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്ന മറുപടി, അവന്റെ പ്രശ്നം റമദാനാണ്. റമദാൻ വന്നിട്ട് അവൻ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തിയില്ല, അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടില്ല. അത്രയും വലിയ സുവർണാവസരങ്ങൾ ലഭിച്ചിട്ട് അതിനെ ഉപയോഗപ്പെടുത്താതെ പോയ മനുഷ്യനെ കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ അവസാനത്തെ ശുപാർശകനായി നമ്മളെ രക്ഷപ്പെടുത്താനുള്ള ഏറ്റവും വലിയ കവചമായ തങ്ങൾ പറയും, അനബരീഉം മിമ്മൻ ഖസ്മുഹു റമദാൻ. അവന്റെ പ്രതിയോഗി റമദാനാണെങ്കിൽ ഞാനും അവനിൽ നിന്ന് ഒഴിവാണെന്ന്.
പടച്ചവനെ അത്തരം ഹതഭാഗ്യരിൽ ഞങ്ങളാരെയും നീ പെടുത്തല്ല അല്ലാഹ്, നീ പെടുത്തല്ല അല്ലാഹ്. റമദാൻ കഴിയുമ്പോഴും ഒരു മനുഷ്യന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാതെ പോകുന്നുവെങ്കിൽ അവൻ അല്ലാഹുവിന്റെ ലഅനത്തുണ്ടായിരിക്കട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്തപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ആമീൻ പറഞ്ഞു. പടച്ചവനെ, അത്രമാത്രം ഇജാബത്തുള്ള ഒരു ദുആ ഈ ലോകത്ത് നടത്തപ്പെട്ടിട്ടില്ല. പടച്ചവനെ, നീ തന്ന അവസരങ്ങൾ മുഴുവനും ഉപയോഗപ്പെടുത്തി നീ ഞങ്ങളെ പാപങ്ങൾ മുഴുവനും കരിപ്പിച്ചു കളയാനുള്ള എല്ലാ അമലുകളും കൊണ്ടും നീ ഞങ്ങളെ സജീവമാക്കണേ അല്ലാഹ്. നിർദോഷാരമായി നീ ഞങ്ങൾക്ക് ഇത് സ്വീകരിക്കാൻ അവസരം തന്നതുപോലെ നിർദോഷാരമായി നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാഹ്. ചെറുതും വലുതും അറിഞ്ഞും അറിയാതെയും രഹസ്യത്തിലും പരസ്യത്തിലും ചെയ്ത സർവ്വതെറ്റുകുറ്റങ്ങളും നിന്റെ മഹളായ മുതലുകൊണ്ട് ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാഫാക്കി തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് പറ്റുകുറ്റങ്ങളില്ലാത്ത ജീവിതം നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. കുറ്റങ്ങളില്ലാത്ത ജീവിതം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. പഠിച്ചവനെ, ഞങ്ങളെ നേർച്ചയിലേക്ക് സംഭാവനകൾ നൽകിയവർ, ഒരുപാട് ഉദ്ദേശങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവർ, റബ്ബേ എല്ലാവരുടെയും ആഗ്രഹങ്ങളെ നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. എല്ലാവരുടെയും വിഷയങ്ങൾ നീ വലിയ ഫത്ഹ് നൽകണേ അല്ലാഹ്. അത് ഏർപ്പാട് ചെയ്യുന്നതിന് വേണ്ടി ഓടി നടക്കുന്നവർ, കഷ്ടപ്പെടുന്നവർ, ഈ മഹല്ലിന്റെ ഭാരവാഹികളും അതിനു വേണ്ടി ഓടി നടക്കുന്ന ചെറുപ്പക്കാരും പ്രായം ചെന്നവരുമായി എല്ലാവരും എല്ലാ ദിവസത്തെയും ഇവിടുത്തെ നോമ്പ് തുറക്ക് വേണ്ടി താശുകൾ ചെയ്യുന്നവരടക്കം റബ്ബേ എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാഹ്, സന്തോഷം നൽകണേ അല്ലാഹ്. റമദാൻ 1 മുതൽ ഇന്ന് വരെ നോമ്പ് തുറപ്പിച്ചവർ, ഇനി തുറപ്പിക്കാൻ കരുതിയവർ, നിയ്യത്താക്കിയവർ, പ്രത്യേകിച്ച് മുത്തഅല്ലിമീങ്ങളെ നോമ്പ് തുറപ്പിച്ചവർ, അവർക്ക് അത്താഴം കൊടുത്തവർ, പടച്ചവനെ അവർക്കൊക്കെ നീ അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാഹ്. അവരെ ഹസനാത്തിന്റെ തട്ടു നീ ഭാരമാക്കണേ അല്ലാഹ്. ഭൗതികമായ ഒരു ലക്ഷ്യങ്ങളും ഇല്ലാതെ ദീനിന് വേണ്ടി കൈമൈ മറന്ന് സഹായിക്കുന്ന ഈ മനുഷ്യന്മാരെ മുഴുവനും നീ ഏറ്റെടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പാപമോചനം കൊണ്ട് അവരെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. നരകമോചനം കൊണ്ട് നീ അവരെ അനുഗ്രഹിക്കണേ അല്ലാഹ്. ആരൊക്കെ നോമ്പ് തുറപ്പിച്ച് അവരുടെയൊക്കെ നോമ്പിന്റെ തുല്യമായ ഒരു പ്രതിഫലം അവർക്കും നീ രേഖപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, അവരെ മക്കളെ എല്ലാം ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്തിക്കണേ അല്ലാഹ്. ഞങ്ങളെ മുത്തഅല്ലിമീങ്ങൾക്ക് ഹദിയ കൊടുത്തവരുണ്ട്, കൊടുക്കണമെന്ന് ആശിച്ചു പറഞ്ഞവരുണ്ട്. റമദാൻ കഴിയുമ്പോഴേക്ക് ഞങ്ങൾ മുത്തഅല്ലിമീങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യുമെന്ന് പറഞ്ഞവരുണ്ട്. റബ്ബായ നീ അവരുടെ എല്ലാവരുടെയും ജോലിയിലും ബിസിനസ്സുകളിലും വലിയ പുരോഗതി കൊടുക്കണേ അല്ലാഹ്. അവര് തൊട്ടതൊക്കെ നീ പൊന്നാക്കി കൊടുക്കണേ അല്ലാഹ്. അവരുദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നീ റാഹത്താക്കി കൊടുക്കണേ അല്ലാഹ്. ദീനിനെയും പള്ളിയെയും മദ്രസയെയും ദീനിന്റെ സംരംഭങ്ങളെയും ഏതൊക്കെ നിലക്ക് സഹായിക്കുന്ന ആരൊക്കെയുണ്ടോ പടച്ചവനവർക്കൊക്കെ നീ ഖൈർ നൽകണേ അല്ലാഹ്. എതിരായ ഉസ്താദ് അവർകൾ സഹായിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട് അടുത്ത ആഴ്ച സഹായിക്കാൻ വേണ്ടി നിയ്യത്ത് വെച്ചവർ, റബ്ബേ അവർക്കെല്ലാവർക്കും നീ സഹായിയാകണേ അല്ലാഹ്. അവരെ എല്ലാ പ്രശ്നങ്ങൾക്കും നീ പരിഹാരം കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് ദുആ ചെയ്ത് പകരം കൊടുക്കാൻ മാത്രമാണ് കഴിയുക. നീ അവരുടെ എല്ലാ ആഗ്രഹങ്ങൾക്കും സഫലീകരണം കൊടുക്കണേ അല്ലാഹ്. പഠിച്ചവനെ, നീ ഞങ്ങളെ എല്ലാവരെയും അവസാനം നന്നാക്കി തരണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ, ശിഷ്യന്മാരെ, മാതാപിതാക്കളെ, വേണ്ടപ്പെട്ടവരെ, സ്നേഹജനങ്ങൾ എല്ലാവരെയും നീ നല്ല വഴിയിൽ നടത്തി അവസാനത്തെ കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആക്കി തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് മരണിക്കാൻ വേണ്ടി നീ നല്ല സമയം സെലക്ട് ചെയ്യണേ അല്ലാഹ്. നല്ല ദിനം സെലക്ട് ചെയ്യണേ അല്ലാഹ്. നല്ലവരോട് ഒന്നിച്ചു കഴിയുന്ന സന്ദർഭത്തിലാക്കണേ അല്ലാഹ്. നല്ലതുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാക്കണേ അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ 12 അക്ഷരവും പരിപൂർണമായി ഉച്ചരിച്ചുകൊണ്ട് നിന്റെ ലിഖാഇനെ കണ്ട് സന്തോഷിക്കാൻ കൊതിച്ചിരിക്കുന്ന ഏറ്റവും നല്ലൊരു മുഹൂർത്തത്തിൽ നീ ഞങ്ങളെ റൂഹിനെ പിടിക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് ചീത്ത മരണത്തൊട്ട് കാക്കണേ അല്ലാഹ്.
ഹുസ്നുൽ ഖാത്തിമ കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാഹ്. ഹുസ്നുൽ ഖാത്തിമ കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാഹ്. അച്ചവനെ ഞങ്ങളെല്ലാം ബർസഖിയായ ജീവിതത്തിൽ നീ ഞങ്ങൾക്ക് തുണയാകണേ അല്ലാഹ്. ഖബറിൽ തുണയാകണേ അല്ലാഹ്. മഹ്ശറിൽ തുണയാകണേ അല്ലാഹ്. മീസാനിൽ തുണയാകണേ അല്ലാഹ്. സിറാത്ത് പാലം മിന്നൽ വേഗത്തിൽ വിട്ടുകിടക്കുന്നവരിൽ പെടുത്തണേ അല്ലാഹ്. സഹായിച്ചവരൊക്കെ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടാണ് 1001 രൂപ മനസ്സിലെ വിദ്യാർത്ഥികളുടെ ഭക്ഷണത്തിലേക്ക് 500 രൂപ വേറൊരാൾ തന്ന് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇത്രയും കാലം സഹായിച്ചു കൊണ്ടിരിക്കുന്നവർ വരുന്ന ദിവസങ്ങളിൽ മുത്തഅല്ലിമീങ്ങളെ നോമ്പ് തുറക്കെ ഏറ്റെടുത്ത് നേരത്തെ തന്നെ ബുക്ക് ചെയ്തവരുണ്ട്. റബ്ബേ, അവർക്കൊക്കെ നീ അർഹമായ പ്രതിഫലം നൽകണേ. അവരുടെയൊക്കെ മരണപ്പെട്ടു പോയവരുടെ ഹദറാത്തുകളിലേക്ക് അതിന്റെ സന്തോഷത്തെ എത്തിക്കണേ അല്ലാഹ്. ബർസഖിയായ ജീവിതം നീ വലിയ സന്തോഷകരമാക്കി കൊടുക്കണേ അല്ലാഹ്. അവരെ ഭക്ഷിപ്പിച്ചതിനു പകരമായി അവരിൽ നിന്നും മരണപ്പെട്ടു പോയവർക്ക് നീ സ്വർഗീയ പാനീയങ്ങളും ഭക്ഷണങ്ങളും കൊടുക്കണേ അല്ലാഹ്. സ്വർഗീയമായ വിരിപ്പുകൾ കൊണ്ട് അവരെ സന്തോഷിപ്പിക്കണേ അല്ലാഹ്. സ്വർഗീയ അനുഭൂതികളുള്ള ഖബറുകളാക്കണേ അല്ലാഹ്. ദൂരത്തേക്ക് നീ അവരുടെ ഖബറിനെ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. പഠിച്ചവനെ, ഞങ്ങളെ വീടുകളിൽ ഗർഭിണികളുണ്ട്, ഗർഭവും പ്രസവവും നീ റാഹത്തിലാക്കണേ അല്ലാഹ്. ഒരു പ്രയാസത്തിലും പെടുത്തല്ല അല്ലാഹ്. അതിൻ്റെതായ സമയത്ത് അഹ്സനുമായ നല്ല സന്ദർഭത്തിൽ അതിന്റെ ഒരു പ്രയാസങ്ങളും ഇല്ലാതെ ബദരീങ്ങളെ കാവൽ കൊണ്ട് നീ സഹായം നൽകണേ അല്ലാഹ്. സിറിയനാക്കല്ല അല്ലാഹ്. വയറാനത്തുള്ള പ്രസവങ്ങളാക്കണേ അല്ലാഹ്. നല്ല സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കൊണ്ട് നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് തന്ന മക്കളെ നീ നന്നാക്കി തരണേ അല്ലാഹ്. ലഹരിക്കോ കഞ്ചാവിനോ മറ്റു മയക്കുമരുന്നിനോ മോശമായ കൂട്ടുകെട്ടുകളിലോ അമിതമായ കൂട്ടുബന്ധങ്ങളിലോ പെട്ട് ജീവിതം തുലഞ്ഞ് അവർക്ക് മാതാപിതാക്കൾക്ക് കണ്ണിന് കരടായി സമൂഹത്തിന് തന്നെ വലിയ നാശമായി ഭവിക്കുന്ന ഒരവസ്ഥാവിശേഷത്തോട്ട് സമകാലിക സാഹചര്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സർവമലീമസമായ സാഹചര്യങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും കുടുംബത്തെയും വേണ്ടപ്പെട്ടവരെയും ശിഷ്യന്മാരെയും നീ കാത്തു സലാമത്താക്കണേ. അതിനു വേണ്ട ഈമാനും തഖ്വയും നീ അവർക്കും ഞങ്ങൾക്കും നൽകണേ അല്ലാഹ്. ഈമാനും തഖ്വയും വർദ്ധിപ്പിച്ചു നൽകണേ അല്ലാഹ്. ഞങ്ങളെ ഓരോ സെക്കൻഡുകളും ഈമാനിലുള്ള വർധനവുള്ളതാക്കണേ അല്ലാഹ്. ഞങ്ങൾ ഓരോ സെക്കൻഡുകൾ ജീവിക്കും തോറും ഞങ്ങൾക്ക് തഖ്വ വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. ഇഖ്ലാസ് വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്യുന്ന സർവ്വ തുച്ഛമായ അമലുകളും അതെല്ലാം നീ പരിപൂർണാർത്ഥത്തിൽ 10 മടങ്ങ് പ്രതിഫലമുള്ളതാക്കി സ്വീകരിക്കണേ അല്ലാഹ്. ഇതുകൊണ്ട് നാളെ ആഖിറത്തിൽ നിന്റെ മഹത്തായ പതിലുകൊണ്ട് രക്ഷപ്പെടാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഭാഗ്യം നൽകണേ അല്ലാഹ്. രക്ഷവനെ, കോടിക്കണക്കിന് മനുഷ്യന്മാർ, നരകം നിർബന്ധമായ മനുഷ്യന്മാർ, അവരെല്ലാം നീ ഓരോ റമദാനിന്റെ പകലിരവുകളിലും നരകത്തിൽ നിന്നും ചൊല്ലി സ്വർഗാവകാശികളായ ലിസ്റ്റിലേക്ക് മാറ്റി എഴുതുന്ന ഓരോ ദിനരാത്രങ്ങളും 15 ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞുപോയി. പഠിച്ചവനെ, ഒരു ദിവസം ഞങ്ങളെയും നീ ചൊല്ലണേ അല്ലാഹ്. നിന്റെ നരകം സഹിക്കാൻ ഞങ്ങൾക്കാവതില്ല റബ്ബേ. നിന്റെ മഹദായ ഫദ്ല് കൊണ്ട് നീ ഞങ്ങളെ സ്വർഗാവകാശികളിൽ പെടുത്തണേ അല്ലാഹ്. ആയിരക്കണക്കിന് കൊല്ലങ്ങളോളം കത്തിച്ചു ചാരനിറമായി, വെള്ള നിറമായി, കറുത്ത നിറമായി മാറിയ നരകം കാതങ്ങൾക്കകലെ നിന്നു തന്നെ നരകത്തിന്റെ അലയൊലികൾ, അതിന്റെ ശബ്ദബീജികളും അതിന്റെ മലീമസമായ ദുർഗന്ധങ്ങളും വമിക്കുമെന്ന് ഖുർആൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു നരകത്തിൽ ഒരു സെക്കൻഡ്, മൈക്രോ നാനോ സെക്കൻഡ് പോലും കിടക്കാൻ ഒരു മനുഷ്യന് കഴിയില്ലെന്നും ഹബീബായ തങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. പഠിച്ചവനെ,
അല്ലാ, അതിലെ 7 ദിവസം ഒരു മുഅ്മിനായ മനുഷ്യന് അദാബിടുന്നു എന്ന് പറഞ്ഞാൽ 70,000 കൊല്ലങ്ങളാണ് ദുനിയാവിലെ. പടച്ചോനെ, ആ വലിയ അദാബുകളിൽ ഞങ്ങൾ ആരെയും നീ പെടുത്തല്ല അല്ലാ. ആ വലിയ അദാബുകളിലൊന്നും കടക്കേണ്ട ദുരവസ്ഥയെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. ഞങ്ങളെ മാതാപിതാക്കളെ കാക്കണേ അല്ലാ. ഞങ്ങളെ മക്കളെ, ശിഷ്യന്മാര്, സന്താന പരമ്പര ഖിയാമത്ത് നാൾ വരെ സ്വർഗത്തിന്റെ അവകാശികളാക്കണേ അല്ലാ. നിന്റെ സ്വർഗം കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ. നിന്റെ സ്വർഗം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഏറ്റവും നല്ല മനുഷ്യന്മാർക്കും നിന്റെ മഹതായ പതിലുകൊണ്ട് ഏറ്റവും മോശപ്പെട്ടവർക്കും ഒരു പക്ഷേ നീ സ്വർഗം നൽകും. സ്വർഗവും നരകവും നിന്റെ 2 പടപ്പുകളാണ്. ഞങ്ങളും നിന്റെ പടപ്പുകളാണ്. നിന്റെ പടപ്പുകളായ ഞങ്ങളെ നിന്റെ പടപ്പുകളായ ഏതെങ്കിലും ഒരു വിഭാഗത്തിലേക്ക് മാറ്റാതെ നീ ഞങ്ങളെ നിന്റെ സ്വർഗീയ ലോകത്തേക്ക് മാറ്റി അനുഗ്രഹിക്കണേ അല്ലാഹ്. സ്വർഗീയ അനുഭൂതികൾ അനുഭവിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. നിന്റെ ലിഖാഹ് കണ്ട് സന്തോഷിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഒരു സെക്കൻഡ് സമയം പോലും നരകത്തിന്റെ വറകായി കടക്കാണ്ട വരുന്ന ദുരവസ്ഥയെ തൊട്ട് കാക്കണേ അല്ലാഹ്. റമദാനിന്റെ ഓരോ പകലിരവുകളിലും നീ കോടിക്കണക്കിന് മനുഷ്യന്മാരെ നരകത്തിൽ നീ ചെല്ലുമ്പോൾ പാപികളായ ഞങ്ങളെയും നീ പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളെയും ആ വിഭാഗത്തിൽ നീ പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. അതിന് ഞങ്ങൾ എന്തെല്ലാം ചെയ്യണോ ചെയ്യിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങൾ എന്തെല്ലാം ചൊല്ലണോ ചൊല്ലിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് എന്തെല്ലാം സുഹൃത്തങ്ങൾ അതിനു വേണ്ടി നിയ്യത്ത് ചെയ്യണോ അതെല്ലാം നീ ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കണേ പടച്ചോനെ. നിന്റെ മാരിഫത്തിന്റെ നൂറ് തരാതെ നീ ഞങ്ങളെ തിരിച്ചു വിളിക്കല്ല അല്ലാഹ്. നിന്റെ മാരിഫത്തിന്റെ നൂറ് തരാതെ നീ ഞങ്ങളെ തിരിച്ചു വിളിക്കല്ല അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞങ്ങൾക്ക് വലിയ രുചി നൽകണേ അല്ലാഹ്. ഒരുപാട് കഴിക്കാൻ അവസരവും തൗഫീഖും നൽകണേ അല്ലാഹ്. നിന്റെ മഹാത്മാക്കൾക്ക് അതിലൊക്കെ ലഭിച്ച ലദ്ദത്തിന് ഞങ്ങളെയും അനുഭവിപ്പിക്കണേ അല്ലാഹ്. പഠിച്ചവരെ, 100 കൂട്ടം പ്രശ്നങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞവർ എല്ലാവരുടെയും എല്ലാ ആദികളും വേവലാദികളും അറിയുന്ന നാഥ, എല്ലാം ഈ നല്ല മജ്‌ലിസിൽ നല്ല ദിവസത്തിൽ നിന്നിലേക്ക് അർപ്പിക്കുന്നു. ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് എല്ലാത്തിനും നീ പരിഹാരം നൽകണേ അല്ലാഹ്. രോഗികളായി വിഷമിക്കുന്ന എത്രയോ ആളുകളുണ്ട്. പ്രയാസപ്പെടുന്ന രോഗങ്ങളിൽ കഷ്ടപ്പെടുന്നവരുണ്ട്. റബ്ബേ, എല്ലാവർക്കും ശിഫ തരണേ അല്ലാഹ്. എല്ലാവർക്കും ആഫിയത്തിനെ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. സിഹത്ത് വർദ്ധിപ്പിക്കണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളെ കൊണ്ട് ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കല്ല അല്ലാഹ്. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തു സലാമത്താക്കണേ അല്ലാഹ്. വസിയത്ത് പറയാൻ അവസരം ലഭിക്കാതെ ഞങ്ങളുടെ കടമിടപാടുകളോ ഞങ്ങളെ ബാധ്യതകളോ ഒന്നും തന്നെ പറഞ്ഞു തീർക്കാനോ കൊടുത്തു തീർക്കാനോ കഴിയാത്ത വിധമുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് വസിയത്ത് പറഞ്ഞ് നിന്നിലേക്ക് വരികയാണെന്ന ഉത്തമ ബോധ്യത്തോടെ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയാക്കി ഒരു ഇടപാടുകളും സർവ്വതും പൂർത്തീകരിച്ച് നല്ല ഒരു മുഅ്മിനായി നിന്നിലേക്ക് മടങ്ങാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. ജീവിക്കുന്ന കാലമത്രയും ഇസ്സത്തിലായി ജീവിപ്പിക്കണേ അല്ലാഹ്. ഒരാളുടെ മുന്നിലും കൈനീട്ടി യാചിക്കേണ്ടി വരുന്ന അവസ്ഥയെ തൊട്ട് കാക്കണേ അല്ലാഹ്. ആശ്രയിക്കാതെയുള്ള ഐശ്വര്യം കൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കണേ അല്ലാഹ്. ദീനുകൾക്കും നിന്റെ ദീനിനും തണലാകാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. ശരണർക്ക് അത്താണിയാകാനുള്ള സമ്പൽ സമൃദ്ധി ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. എല്ലാ നിലക്കും നീ ഞങ്ങളെ അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് എത്തിക്കണേ അല്ലാഹ്. നമ്മൾ ഓരോ ദിവസങ്ങളും മുത്തഅല്ലിമീങ്ങൾക്ക് ഇവിടെയുള്ള ഓരോ തറാവീഹിന് കാലങ്ങളായി വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. നീ അവരുടെ എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കണേ അല്ലാഹ്. അവർക്ക് നീ സ്വർഗീയ പാനീയങ്ങൾ കൊടുപ്പിക്കണേ അല്ലാഹ്. താലിമീങ്ങൾക്ക് ഡ്രസ് കൊടുക്കാമെന്ന് ആവശ്യം ഉദ്ദേശിച്ച് പറഞ്ഞവരുണ്ട്. നീ അവർക്ക് നീ
സ്വർഗീയ ഉടയാടകൾ ധരിപ്പിക്കണേ അല്ലാഹ്. എല്ലാവർക്കും നീ സ്വർഗീയമായ കമനീയമായ ആ ലോകത്ത് നീ വലിയ സന്തോഷത്തോടെ ഒരുമിപ്പിക്കണേ റബ്ബേ. അല്ലാഹുവേ, എല്ലാവരെയും സ്വർഗീയ ലോകത്ത് സന്തോഷത്തോടെ ഒരുമിപ്പിക്കണേ അല്ലാഹ്. ഒരാളെയും കൂട്ടം തെറ്റാതെ സ്വർഗീയ ലോകത്ത് ഒരുമിപ്പിക്കണേ അല്ലാഹ്. നരകത്തിൽ കടക്കേണ്ടി വരുന്ന ഒരവസ്ഥയെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും കാത്തു രക്ഷിക്കണേ അല്ലാഹ്. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما. اللهم اجعلنا من عتقاء شهر رمضان ومن دلقاء شهر رمضان ومن خلصاء شهر رمضان ومن أمناء شهر رمضان. اللهم اجعلنا ممن رضي عنهم شهر رمضان. اللهم اجعلنا ممن رضي عنهم شهر رمضان. اللهم اجعلنا ممن رضي عنهم شهر رمضان ومن الفائزين بشهر رمضان. ولا تجعلنا يا مولانا بمحض فضلك من الخاسرين الظالمين يا رب العالمين. اجعلنا من السعداء المقبولين ولا تجعلنا من الأشقياء المطرودين. اللهم اجعلنا من الفائزين بليلة القدر التي هي خير من 1000 شهر. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين بفضله. صلى الله على محمد صلى الله عليه. പള്ളിക്കൻ്റെ ഇനി കൊടുത്തു ആ പിന്നെ വാങ്ങിക്കോളി